അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ജർമ്മൻ ഭാഷ പഠിക്കാൻ വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഭാഷ പഠിക്കാം. എനിക്കിപ്പോൾ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, ജർമ്മൻ ഭാഷയിലുള്ള സിനിമകൾ കണ്ടുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ഈ ഭാഷയിലേക്ക് വരാൻ സാധിക്കും. ഇപ്പോൾ വായനാശീലമുള്ള ഒരാളാണെന്ന് വിചാരിക്കും, വായിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ മലയാളത്തിലൊക്കെ ആദ്യം ലൈറ്റ് ആയിട്ടുള്ള കളിക്കുടുക്ക, പൂമ്പാറ്റ ഇതൊക്കെ വായിച്ചാണ് നമ്മൾ ഗഹനമായ ബുക്കുകളിലേക്ക് പോയിട്ടുള്ളത്. ജർമ്മൻ ഭാഷയിലുണ്ട് കളിക്കുടുക്കയും പൂമ്പാറ്റയും ഒക്കെ ഉണ്ട്. ആ ഭാഷയിലുള്ള ചിത്രകഥകളെ ചെറിയ ബുക്കുകളൊക്കെ വായിച്ച് പിന്നീട് വായിച്ച് ആ ഭാഷയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. ചിലർക്ക് സ്പോർട്സിനോട് ഭയങ്കര കമ്പമാണ്. ജർമ്മനി സ്പോർട്സിനൊക്കെ ഭയങ്കര പേര് കേട്ട രാജ്യമാണ്. അതായത് ഫുട്ബോളിലൊക്കെ ഭയങ്കര പ്രശസ്തമാണ് ജർമ്മൻ ടീമൊക്കെ. അതിന്റെ പ്രോഗ്രാമുകൾ നമുക്ക് കാണാം, നമുക്ക് TV ഷോകൾ കാണാം, പാചകം ഇഷ്ടമുള്ളവർക്ക് അത് കാണാം, ഡാൻസ് ഇഷ്ടമുള്ളവർക്ക് അത് കാണാം. ഇതെല്ലാം ജർമ്മൻ മീഡിയത്തിൽ കണ്ടുകൊണ്ട് നമുക്കൊരു ഭാഷ പഠിക്കാൻ വേണ്ടി സാധിക്കും. എഫേർട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വിത്തിൻ 8 മന്ത്സിനുള്ളിൽ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് B2 പാസ്സാകാനും സാധിക്കും. ജർമ്മനിയിലേക്ക് ഈ പറഞ്ഞ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയും സാധിക്കും.